എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചതുരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീർഘചതുരത്തെക്കുറിച്ച് ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സമചതുരത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ഈ കാണുന്നതാണ് സമചതുരം. സമചതുരവും ദീർഘചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സമചതുരത്തിന് 4 വശങ്ങളുണ്ട്, ദീർഘചതുരത്തിനും 4 വശങ്ങളുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? സമചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. ഈ വശത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വശവും 6 സെന്റിമീറ്റർ ആയിരിക്കും, ഈ വശവും 6 ആയിരിക്കും, ഈ വശവും 6 തന്നെ ആയിരിക്കും. ഇതാണ് സമചതുരത്തിന്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് സമചതുരത്തിന്റെ വിസ്തീർണം കാണുക എന്ന് നോക്കാം. ആ നിയമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം a ആയാൽ വിസ്തീർണം a² ആയിരിക്കും. അപ്പോൾ ഒരു വശത്തിന്റെ നീളം a ആണെങ്കിൽ വിസ്തീർണം a² ആയിരിക്കും. ഇവിടെ ഒരു വശത്തിന്റെ നീളം 6 ആണ്. അപ്പോൾ വിസ്തീർണം എത്രയായിരിക്കും? 6² ആയിരിക്കും. 6² എന്ന് പറഞ്ഞാൽ 6 × 6 എന്നാണ്. 6 × 6 എത്രയാണ്? 6 6 36. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഒരു വശത്തിന്റെ നീളം എത്രയാണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും അതിന്റെ വിസ്തീർണം അഥവാ ഏരിയ. പരപ്പളവ് എന്നും അതിന് തന്നെയാണ് പറയുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സമചതുരത്തിന്റെ വിസ്തീർണം കാണാൻ വശത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ ആയിരിക്കും എന്നോർത്ത് വെക്കുക. ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 19 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയായിരിക്കും? A 351, B 361, C 371, D 381. എത്രയായിരിക്കും? അപ്പോൾ ഒരു വശത്തിന്റെ നീളം 19 സെന്റിമീറ്റർ. അപ്പോൾ മറ്റെല്ലാ വശങ്ങളുടെ നീളവും 19 സെന്റിമീറ്റർ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ അതിനെ സമചതുരം എന്ന് പറയുന്നത്. എല്ലാ വശവും സമമായിരിക്കും. അപ്പോൾ ഇതിന്റെ വിസ്തീർണം കാണാൻ a² അഥവാ 19 സ്ക്വയർ. 19 × 19. 19ന്റെ സ്ക്വയർ എത്രയാണ്? സ്ക്വയർ അറിയുന്നവരുണ്ടാവാം, ഇല്ല എങ്കിൽ കുണിച്ചു നോക്കിയാൽ മതി. 9 9 81, ബാക്കി 8, 9 1 9 7 17, 1 9 9 1 1 1 6 3. അപ്പോൾ 361 എന്നാണ് കിട്ടുക. ഏത് ഓപ്ഷനാണ്? ബി എന്ന ഓപ്ഷനിലാണ് 361 എന്നുള്ളത്. മറ്റൊരു PSC പരീക്ഷയിൽ വന്ന ചോദ്യം, ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ഒരു വശം എത്രയായിരിക്കും? A 12, B 8, C 6, D 4. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ വന്ന ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വിസ്തീർണം തന്നിരിക്കുന്നു, വശമാണ് നമ്മൾ കാണേണ്ടത്. വിസ്തീർണം എത്രയാണ്? 64 ആണ്. ഇത് വെച്ച് എങ്ങനെ വശം കാണും? ഈ 64ന്റെ റൂട്ട് കാണുകയാണ് വേണ്ടത്. √64 എത്രയാണ്? 8 ആണ്. 8 × 8 ആണല്ലോ 64. അപ്പോൾ 8 ആണ് 64ന്റെ റൂട്ട്. അപ്പോൾ 8 എന്നതാണ് ശരി. ബി എന്ന ഓപ്ഷനാണ് ശരി, 8. 2012 നടന്ന KTET കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 100 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വശം 1 സെന്റിമീറ്റർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ് ആദ്യത്തേതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? അപ്പോൾ ഒരു സമചതുരത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിന്റെ പരപ്പളവ് 100 ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം. ആ സമചതുരത്തിന്റെ പരപ്പളവാണല്ലോ 100. അപ്പോൾ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? അത് മനസ്സിലാക്കാൻ ഇതിന്റെ റൂട്ട് നോക്കുക. അപ്പോൾ അത് 100ന്റെ റൂട്ട് 10 ആണ് എന്ന് നമുക്ക് കിട്ടി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വശം 1 സെന്റിമീറ്റർ വർദ്ധിപ്പിച്ചാൽ, 1 സെന്റിമീറ്റർ വർദ്ധിപ്പിക്കുക എന്നുള്ള 10 എന്ന് നമ്മൾ 11 എന്നാക്കുന്നു.
അപ്പോൾ കിട്ടുന്ന സമചതുരത്തിന്റെ പരപ്പളവ് ആദ്യത്തേതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? അപ്പോൾ ഒരു വശം 11 ആക്കിയ പരപ്പളവ് എത്രയായിരിക്കും? 11 × 11 ഗുണിച്ചു നോക്കാം. ഓരോന്നൊന്ന് 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 ഓരോന്നൊന്ന്. അപ്പോൾ 1 2 1 121 കിട്ടിയത്. ആദ്യത്തേതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 100-നേക്കാൾ എത്ര കൂടുതലാണ് 121? 21. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് 21. ഇനി നമുക്കൊരു PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം എത്രയാണ്? ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വിസ്തീർണം എത്ര? അപ്പോൾ ഈ ചോദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ വിസ്തീർണം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് തന്നത് ഒരു വശത്തിന്റെ നീളമാണ്. ഒരു വശത്തിന്റെ നീളം 6 ആണെങ്കിൽ വിസ്തീർണം എത്രയായിരിക്കും? 6 × 6 അല്ലേ? അല്ലെങ്കിൽ 6² രണ്ടും ഒന്ന് തന്നെയാണ്. 6² എന്ന് പറഞ്ഞാൽ 6 × 6 എന്നാണല്ലോ. അപ്പോൾ ഒരു വശത്തിന്റെ നീളം തന്നാൽ എങ്ങനെ വിസ്തീർണം കണ്ടുപിടിക്കാം? അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുന്നത് വികർണത്തിന്റെ നീളം തന്നിരിക്കുന്നു. അതായത് വികർണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് വരച്ചിരിക്കുന്ന വര, അതിനെയാണ് വികർണം എന്ന് പറയുന്നത്. ഈ വികർണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഉള്ളിൽ വരക്കാവുന്ന ഏറ്റവും വലിയ വരയാണ് ഈ വര. അപ്പോൾ ഇതിന്റെ നീളം 50 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ വിസ്തീർണം കാണണം. എങ്ങനെ കാണും? അതിനൊരു സൂത്രവാക്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ സൂത്രവാക്യം. ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം d ആയാൽ വിസ്തീർണം d²/2 ആയിരിക്കും. ഈ വികർണത്തിന് ഇംഗ്ലീഷിൽ ഡയഗണൽ എന്നാണ് പറയാം. അപ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരമായ d കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇതിന്റെ നീളം d ആണെന്ന് സങ്കല്പിച്ചാൽ ഈ സമചതുരത്തിന്റെ വിസ്തീർണം d²/2 ആയിരിക്കും. d²/2 d എന്ന് പറയുന്നത് 50 അല്ലെ? ഇവിടെ 50 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും ഈ സമചതുരത്തിന്റെ വിസ്തീർണം? 50²/2. അപ്പൊ അതിനെ നമുക്ക് 50 × 50. 50² എന്ന് പറഞ്ഞാൽ 50 × 50 എന്നാണല്ലോ, 2. ഇനി നമുക്ക് ഇതിനെയും വെട്ടാം. 50-ൽ എത്ര 2 ഉണ്ട്? 25. 25 × 50 ചെയ്താൽ ഇതിന്റെ ഉത്തരം കിട്ടും. അതെത്രയാണ്? 25 × 50 ചെയ്ത് നോക്കാം. 0 0 5 5 25, 5 2 10, 25-ലെ 2, അപ്പോൾ 12. അപ്പൊ എത്രയായി? 1250 എന്ന് കിട്ടും. അപ്പോൾ 1250 അത് എവിടെയുള്ളത്? എ എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡയഗണലിന്റെ നീളം അഥവാ വികർണത്തിന്റെ നീളം തന്നാൽ എങ്ങനെ സമചതുരത്തിന്റെ വിസ്തീർണം കാണാം? d²/2 എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വികർണത്തിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കും എന്ന ചോദ്യമാണ്. ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വികർണത്തിന്റെ നീളം എത്രയാണ്? ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? ഇത് വളരെ എളുപ്പമാണ്. ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം s ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. s എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യ ആവാം. s ആണെന്ന് സങ്കല്പിക്കാം. എങ്കിൽ ആ വികർണത്തിന്റെ നീളം s√2 ആയിരിക്കും. 4 ആണെങ്കിൽ, ഒരു വശത്തിന്റെ നീളം 4 ആണെങ്കിൽ വികർണത്തിന്റെ നീളം 4√2 ആയിരിക്കും. ഇവിടെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ബി ആണ്, 5√2. 5√2 സെന്റിമീറ്റർ അതായിരിക്കും ഈ വികർണത്തിന്റെ നീളം. ഇനി മറ്റൊരു ചോദ്യം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വികർണത്തിന്റെ നീളം എത്രയാണ്?
ഒരു സമചതുരത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? അപ്പൊ ഒരു വശത്തിന്റെ നീളം 10 ആണ്. വികർണത്തിന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം, 10√2 ആയിരിക്കും. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഏത് ഓപ്ഷനാണ് ശരി? ഒരു ഓപ്ഷനിലും 10√2 ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ കാര്യം തെറ്റാണോ? ഒരു ഓപ്ഷനിലും എയും ബിയും സി ഡി ഒന്നും 10√2 എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞത് തെറ്റിയതല്ല, ഉത്തരം 10√2 തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി അധികം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷനിൽ ഇത് കാണാത്തത്. √2 എന്നാൽ അത് 1.414 എന്നാണ്. അപ്പോൾ ഈ 10നെ 1.414 ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ കിട്ടുക 14.14 എന്നാണ് കിട്ടുക. 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാമല്ലോ, പോയിന്റ് സ്ഥാനം ഒന്നുകൂടി വലത്തോട്ട് നീങ്ങുകയാണ് ചെയ്യുക. 14.14 എന്നാണ് കിട്ടിയത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തെറ്റിയതല്ല, 10നെയും √2നെയും പിന്നെയും ഗുണിച്ചിരിക്കുന്നു. √2 എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെയും 10നെയും തമ്മിൽ ഗുണിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാവുന്നതാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഞാനിവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. വികർണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പല രൂപത്തിൽ വരാറുണ്ട്. അവയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ചോദ്യം നോക്കാം. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 625 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ആ സമചതുരത്തിനകത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിന്റെ നീളം എത്ര? അപ്പൊ ഇതിൽ വികർണം എന്ന വാക്കേ ഇല്ല. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികർണത്തെയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പറയുന്നത് ഒരു സമചതുരത്തിന്റെ കാര്യമാണ്. അതിന്റെ വിസ്തീർണം തന്നിരിക്കുന്നു. അതെത്രയാണ്? 625 ചതുരശ്ര സെന്റിമീറ്റർ ആണ്, അഥവാ 625 ആണ്. ആ ചതുരത്തിനകത്ത്, ആ സമചതുരത്തിനകത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിന്റെ നീളം. അപ്പൊ ഈ സമചതുരത്തിന്റെ അകത്ത് നമ്മൾ ഒരു കമ്പ് വെക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്പ് നമ്മൾ എങ്ങനെ വെക്കുക? ഇങ്ങനെ കുത്തനെ വെക്കുന്നതിനേക്കാൾ നീളം ഉണ്ടാകും ഒരു മൂലയിൽ നിന്ന് ഒരു മൂലയിലേക്ക് വെക്കുന്ന കമ്പിന്. അഥവാ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കമ്പിന്റെ നീളം ഇങ്ങനെയായിരിക്കും, ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക്. അതിനെയാണ് നമ്മൾ വികർണം എന്ന് പറയുന്നത്. ഒരു സമചതുരത്തിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ഇങ്ങനെ ചെരിച്ചു വരക്കുന്ന വര, അതിനെയാണ് നമ്മൾ വികർണം എന്ന് പറയുന്നത്. ആ വികർണം എന്ന വാക്കിന് പകരം ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും വലിയ കമ്പിന്റെ നീളം എന്ന്. അപ്പോൾ ഇവിടെ വികർണത്തിന്റെ നീളം തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ വികർണത്തിന്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ തന്നിരിക്കുന്നത് വിസ്തീർണമാണ്. അപ്പോൾ നമുക്കറിയാം 625 ഇതാണല്ലോ വിസ്തീർണം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? റൂട്ട് 625ൻ്റെ റൂട്ട് കാണാം. 625ൻ്റെ റൂട്ട് എത്രയാണ്? അത് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. 10 ആണോ 15 ആണോ 20 ആണോ 25 ആണോ? അതിലേതോ ഒന്നായിരിക്കാൻ സാധ്യത ഉണ്ട്. 10 ആണെങ്കിൽ 10 10 100. അപ്പോൾ അതല്ല. 15 ആണെങ്കിലോ 15 ആവില്ല. 25 നമുക്ക് പ്രയോഗിച്ച് നോക്കാം. ഇത് ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചാണ്. 25 ആണോ അല്ലേ ഏതാണ് എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഊഹം പറ്റും. 25 എന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പോൾ അതിനെ ഒന്ന് ഗുണിച്ച് നോക്കാം. 25 × 25 5 5 25, ബാക്കി 2 2 5 10 2 12, പിന്നെ 2 5 10, ബാക്കി 1 2 2 4 1 5. അപ്പം എത്രയാണ്? 5 2 6 625 എന്ന് കിട്ടി. അപ്പോൾ 25 തന്നെയാണ്. അപ്പോൾ വശത്തിൻ്റെ നീളം 25 എന്ന് കിട്ടി. അതുകൊണ്ട് വികർണത്തിൻ്റെ നീളം 25√2 എന്ന് കിട്ടി. അതാണ് ഡി എന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം. സിമ്പിളാണ്. വികർണവുമായി ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് കേട്ടറ്റ് പരീക്ഷയിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം.
2017 ഡിസംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. 2 ചതുരശ്ര കിലോമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുര ആകൃതിയിലുള്ള പുരയിടത്തെ അതിൻ്റെ വികർണത്തിലൂടെ ഒരു വേലി കെട്ടി 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. വേലിയുടെ നീളം എത്രയായിരിക്കും? 2 ചതുരശ്ര കിലോമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുര ആകൃതിയിലുള്ള പുരയിടത്തെ അതിൻ്റെ വികർണത്തിലൂടെ ഒരു വേലി കെട്ടി 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. വേലിയുടെ നീളം എത്രയായിരിക്കും? അത് നമ്മൾ ഇങ്ങനെ വരച്ചു നോക്കാം. ഇതൊരു സമചതുര ആകൃതിയിലുള്ള പുരയിടമാണ്. അതിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം ഏരിയ 2 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിൻ്റെ വികർണത്തിലൂടെ, വികർണം എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു വേലി കെട്ടിയിട്ട് ആ പുരയിടത്തെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വേർതിരിക്കാം. ചോദ്യം ഇതാണ്, ആ വേലിയുടെ നീളം എത്രയായിരിക്കും? വേലി എന്ന് പറഞ്ഞാൽ വികർണം തന്നെയാണ്. വികർണത്തിലൂടെയാണല്ലോ വേലി കെട്ടുന്നത്. അപ്പോൾ വികർണത്തിന്റെ നീളം എത്രയായിരിക്കും? അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പരപ്പളവാണ്, ഏരിയയാണ്. ഏരിയ തന്നാൽ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏരിയ 2 ആണ്. അപ്പോൾ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? √2 ആയിരിക്കും. അപ്പോൾ ഈ വശത്തിന്റെ നീളം √2 ആണ്. ഈ വശത്തിന്റെ നീളവും √2 ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ വികർണത്തിന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച ഒരു സംഗതി പ്രകാരം √2 ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഓപ്ഷനിലുള്ള ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ വേറെയും പല വിധ മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കൂ. ഇവിടെ ഈ ഭാഗവും ഈ വശവും ഈ വികർണവും ശ്രദ്ധിച്ചു നോക്കൂ. അത് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലല്ലേ? ഇവിടെ ഒരു മട്ട ത്രികോണത്തിന്റെ ആകൃതിയിലാണ് അതുള്ളത്. ഇവിടെ 90 ഡിഗ്രിയുള്ള കോണാണുള്ളത്. അതിൻ്റെ പാദമാണിത്, അതിൻ്റെ ലംബമാണിത്, അതിൻ്റെ കർണമാണിത്. അപ്പോൾ നമുക്ക് ഈ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കുന്നത് പോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ടല്ലോ ത്രികോണം പഠിച്ചപ്പോൾ. അതെന്താണ്? റൂട്ട് ഓഫ് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ഇതാണ് കർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവാക്യം നമ്മൾ പഠിച്ചത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു വശത്തിന്റെ നീളം തന്നെ √2 ആണ്. അവിടെ ഒരു റൂട്ട് ഉണ്ട്, പിന്നെയും ഒരു റൂട്ട് ഇവിടെ പിന്നെയും ഒരു റൂട്ട് എന്ന് വരിക, അത് വലിയ പ്രയാസമാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ ഈ സൂത്രവാക്യത്തെ നമുക്ക് മറ്റു രീതിയിലേക്ക് എഴുതാം. കർണം എന്നതിന് പകരം കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതാം. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. അപ്പോൾ റൂട്ട് എന്ന് നമ്മൾ ഒഴിവാക്കി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഒരു വശത്തിന്റെ നീളം √2 ആണ്, നമുക്ക് മനസ്സിലായല്ലോ. ലംബത്തിന്റെ നീളം √2 ആണ്, പാദത്തിന്റെ നീളം √2 ആണ്. അപ്പോൾ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? √2, ലംബം √2 ആണ്, √2 സ്ക്വയർ പ്ലസ് പാദം √2 ആണ്, അതിനെയും നമ്മൾ സ്ക്വയർ ഇടുന്നു. ഇനി ഇത് ചെയ്താൽ അത്ര കിട്ടും. √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. പ്ലസ് √2ന്റെ സ്ക്വയർ 2. അപ്പം ഇതിന് കൂട്ടിയാൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പം 4 എന്ന് കിട്ടി. അപ്പം ചാടി കയറി എ ആണ് ഉത്തരം എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. അങ്ങനെയാണ് പലർക്കും തെറ്റാറുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തിയത് എന്താ? കർണമല്ല. ഇവിടെ കർണം സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ കർണം കണ്ടുപിടിക്കും? കർണം കണ്ടുപിടിക്കാൻ ഈ 4ന്റെ റൂട്ട് കാണണം. 4 എന്നത് കർണം സ്ക്വയർ ആണ്. കർണം കിട്ടണമെങ്കിൽ 4ന്റെ
റൂട്ട് കാണണം. അപ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 അപ്പോൾ കർണം 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കർണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ വികർണമാണ് ത്രികോണത്തിൻ്റെ കർണം. അപ്പോൾ 2 ഉത്തരം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരി, 2 കിലോമീറ്റർ. ഇനി 2018 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യം. ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ചിത്രത്തിൽ ABCD എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ PQRS ആയാൽ സമചതുരം PQRSന്റെ പരപ്പളവ് എത്ര? എന്താ പറയുന്നത്? ABCD അല്ലേ? ഇത് ഒരു സമചതുരമാണ്. ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്. പിന്നെ പറയുന്ന കാര്യം, ഇവിടെ ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദു, ഇവിടെ മധ്യബിന്ദു S എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ വശത്തിൻ്റെ മധ്യബിന്ദു P എന്ന് അടയാളപ്പെടുത്തി. ഈ വശത്തിൻ്റെ മധ്യബിന്ദു Q എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ മധ്യബിന്ദു R എന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് ആ 4 പോയിന്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് PQRS എന്ന ഒരു സമചതുരം വരച്ചിരിക്കുന്നു. ഈ PQRS എന്ന ഈ സമചതുരത്തിന്റെ വിസ്തീർണം, അതിന്റെ പരപ്പളവ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ PQRS എന്ന ഈ ഉള്ളിലുള്ള ഈ സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ BC എന്നതിന്റെ മധ്യബിന്ദുവാണ് Q. അതുപോലെ AB എന്നതിന്റെ ഒത്ത നടുവിലുള്ള മധ്യബിന്ദു അതാണ് P. മനസ്സിലായല്ലോ? അപ്പൊ ഈ AB എന്നതിന്റെ നീളം എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ ആണ് അല്ലെ? ഒരു വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്. A മുതൽ B വരെ 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ A മുതൽ P വരെ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? 1 സെന്റിമീറ്റർ. P മുതൽ B വരെ 1 സെന്റിമീറ്റർ. B മുതൽ Q വരെയും 1 സെന്റിമീറ്റർ. നമുക്കറിയാമല്ലോ. അപ്പോൾ B മുതൽ C വരെ 2 ആണെങ്കിൽ B മുതൽ Q വരെ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ആ തന്ത്രം ഒന്ന് പ്രയോഗിച്ചു നോക്കുക. അതായത് PBQ ഇത് ഒരു ത്രികോണമല്ലേ? ആണ്. അതുപോലെ ഇതിനെയും നമുക്ക് അങ്ങനെ ഒരു ത്രികോണമായിട്ട് കണക്കാക്കാം. ഇതിനെയും നമുക്ക് അങ്ങനെ ഒരു ത്രികോണമായിട്ട് കണക്കാക്കാം. ഈ ഭാഗത്തുള്ള ഇതിനെയും ഒരു ത്രികോണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ത്രികോണങ്ങളൊക്കെ മട്ട ത്രികോണങ്ങളല്ലേ? ആണ്. ഇവിടെ 90 ഡിഗ്രി ഉള്ള ഒരു കോണാണ് ഉള്ളത്. അതുപോലെ ഇവിടെയും ഇവിടെയും ഇവിടെയും. അപ്പൊ ഈ 4 ത്രികോണങ്ങളും മട്ട ത്രികോണങ്ങളാണ്. അപ്പൊ ഈ മട്ട ത്രികോണത്തിന്റെ പാദമാണിത്, അത് 1 സെന്റിമീറ്റർ ആണ്. ലംബമാണിത്, അത് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഈ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഈ ഉള്ളിലുള്ള PQRS എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടും. പിന്നെ അതിന്റെ വിസ്തീർണം കാണാൻ എന്ത് ചെയ്യണം? ആ വശത്തിന്റെ സ്ക്വയർ അല്ലെ? ഒരു വശത്തിന്റെ സ്ക്വയർ ആണല്ലോ. വശം A ആണെങ്കിൽ വിസ്തീർണം A² എന്നാണല്ലോ. അപ്പൊ ഈ വശത്തിന്റെ നീളം കിട്ടിയാൽ നമുക്ക് ഇതിന്റെ വിസ്തീർണം മുഴുവൻ കാണാം. അതിനെന്ത് ചെയ്യണം? ഇതിനെ ഒരു ത്രികോണമായിട്ട് നമ്മൾ കണക്കാക്കുക. ആ ത്രികോണത്തിന്റെ ഒരു കർണമാണിത്. ആ കർണം കണ്ടുപിടിക്കുക. എങ്കിൽ നമുക്ക് ഈ ചെറിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടും. അത് കിട്ടിയാൽ അതിന്റെ വിസ്തീർണവും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം. ഇവിടെ ഈ കർണം കണ്ടുപിടിക്കാൻ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു ലംബം എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് പാദം എത്രയാണ്? അതും 1 തന്നെ, 1 സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെയാണ്. അപ്പോൾ 1 + 1, 1 + 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 എന്നത് കർണം സ്ക്വയർ ആണ്. കർണം എത്രയാണ്? അത് കിട്ടാൻ 2ന്റെ റൂട്ട് നമ്മൾ കാണണം.
2ന്റെ റൂട്ട് എത്രയാണ്? അപ്പോൾ അത്ര വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. റൂട്ട് 2 എന്ന് നമുക്ക് കിട്ടി, അങ്ങനെ എഴുതാം. റൂട്ട് 2 1.414 ആണ് നമുക്കറിയാം, അത്ര വിശദമായിട്ട് എഴുതേണ്ടതില്ല. റൂട്ട് 2 ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് റൂട്ട് 2 ആണ്, ഈ വശം റൂട്ട് 2 ആണ്, ഈ വശവും റൂട്ട് 2 ആണ്, ഈ വശവും റൂട്ട് 2 ആണ്. കാരണം അത് സമചതുരമാണ്, കിട്ടി. ഇനി ഈ സമചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണും? ചെറിയ PQRS എന്ന ആ സമചതുരത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണും? A². അഥവാ വശം A ആണെങ്കിൽ A² എന്നാണ് വിസ്തീർണം, അഥവാ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് 2 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എത്രയാണ്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 2 എന്ന് ഉത്തരം കിട്ടും. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം.